നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെയൊക്കെ വെറുതെ വിട്ടതാണ്. ഇത്തവണ വെറുതെ വിടാൻ പോകുന്നില്ല. ആരുടെ തന്തയാണ് ദില്ലിയിൽ നിന്ന് വന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന് നോക്കട്ടെ. മമതാ ബാനർജിയുടെ മരുമകൻ, ഇപ്പോൾ ജനം പശ്ചിമ ബംഗാളിൽ നിന്നും തൂത്തുവാരി ദൂരെ എറിഞ്ഞ മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി അഹങ്കാരത്തോടുകൂടി ഒരു വാഹനത്തിന് മുകളിൽ കയറി നിന്ന് ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ നടത്തിയ ഭീഷണിയുടെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വീഡിയോ, അഭിഷേക് ബാനർജി ഇങ്ങനെ പറയുന്ന വീഡിയോ ഇപ്പോൾ ബംഗാളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ ഇയാളുടെ ഭീഷണി ചർച്ച ചെയ്യപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ചന്ദ്രനാഥ് രാത്ത് എന്ന് പറയുന്ന സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത അനുയായി, സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ ചന്ദ്രനാഥ് രാത്ത് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലപ്പെട്ടിരുന്നു. 3 വെടിയുണ്ടകൾ ഇയാളുടെ ശരീരത്തിൽ തറയ്ക്കുകയായിരുന്നു. നെഞ്ചിനും തലയ്ക്കും വെടിയേറ്റതോടുകൂടി ചന്ദ്രനാഥ് തൽക്ഷണം മരിച്ചു വീഴുകയായിരുന്നു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ മരിച്ചിരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. അത് വെറുതെ ഒരു ചെറിയൊരാളെ അല്ല വെടിവെച്ച് കൊന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന വ്യക്തിയാണ്. പശ്ചിമ ബംഗാളിൽ BJPയെ അധികാരത്തിലെത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവായ സുവേന്ദു അധികാരിയുടെ എല്ലാമായ സുവേന്ദു അധികാരിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ പരിപാടികൾ ഏകോപിപ്പിക്കുന്ന ഈ ചന്ദ്രനാഥ് രാത്ത് എന്ന് പറയുന്ന യുവാവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോൾ ബംഗാളിൽ ഉടലെടുത്തിരിക്കുകയാണ്. കാരണം മധ്യം ഗ്രാമിൽ വെച്ചിട്ടാണ് ഇയാൾക്ക് വെടിയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ചന്ദ്രനാഥ് രാത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ബറാസാത്ത് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആശുപത്രി വളഞ്ഞു നിൽക്കുകയാണ് കേന്ദ്രസേന. മാത്രമല്ല, ഈ മണ്ഡലത്തിൽ, ഭവാനിപ്പൂർ മണ്ഡലത്തിലും അതുപോലെ തന്നെ മധ്യം ഗ്രാമം, ഈ ചന്ദ്രനാഥിന്റെ ഭവനം അല്ലെങ്കിൽ വീട് ഉൾപ്പെടുന്ന പ്രദേശം മുഴുവൻ ഇപ്പോൾ കേന്ദ്രസേന വളഞ്ഞിരിക്കുകയാണ്. ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച ചർച്ചകളും അന്വേഷണവും ഒക്കെ നടക്കുമ്പോഴാണ് അഭിഷേക് ബാനർജിയുടെ ഈ വാക്കുകൾ BJPയുടെ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. അതായത് കൊലപാതകത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്നും മമതയുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ് എന്നും ആരോപിക്കുകയാണ് BJP. ഇതിന് പിന്നിൽ അഭിഷേക് ബാനർജിയുടെ കരങ്ങളുണ്ട് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു TMC BJP സംഘർഷത്തിനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് മമതാ ബാനർജിയെ ജനം പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. അധികാരമുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ BJP സംയമനം പാലിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ BJP നൽകി കഴിഞ്ഞു. ഒരു കാരണവശാലും നിയമം കയ്യിലെടുക്കരുത് എന്നാണ് BJP പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അങ്ങിങ്ങ് സംഘർഷ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേന വളഞ്ഞിരിക്കുകയാണ്. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും ഭരണകൂടം നടത്തുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്രസേന അടക്കമുള്ള ഏജൻസികൾ നടക്കുന്നുണ്ട്. സുവേന്ദു അധികാരിയുടെ കുടുംബം ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രനാഥ് എന്ന് പറയുന്ന സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി. ഇദ്ദേഹത്തിന്റെ കുടുംബവും സുവേന്ദു അധികാരിയുടെ കുടുംബവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. സുവേന്ദു അധികാരിയും ചന്ദ്രനാഥും തമ്മിലുള്ള ബന്ധം വർഷങ്ങൾ പഴക്കമുള്ള ബന്ധമാണ്. ചന്ദ്രനാഥിന്റെ അമ്മ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. സുവേന്ദു അധികാരിയും അന്ന് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം BJPയിലേക്ക് വന്നപ്പോൾ ചന്ദ്രനാഥിന്റെ കുടുംബവും BJPയിലേക്ക് എത്തിയിരുന്നു. അതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ സുവേന്ദു അധികാരി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ നയിച്ചിരുന്നത് ചന്ദ്രനാഥാണ്. ചന്ദ്രനാഥ് രാമകൃഷ്ണ മിഷൻ വിദ്യാലയങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. യുവാവായിരുന്നപ്പോൾ അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ആഗ്രഹം എന്നത് ഒരു സന്യാസിയാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ആ ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതിന് ശേഷം സുവേന്ദു അധികാരിക്കൊപ്പം ചേരുകയായിരുന്നു. അതിനു മുമ്പ്, അതായത് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതിന് ശേഷം ചില കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി
ജോലി ചെയ്യുന്നു. അതിനുശേഷമാണ് സുവേന്ദു അധികാരിക്കൊപ്പം എത്തുന്നത്. സുവേന്ദു അധികാരി ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലായിരുന്നപ്പോൾ സംസ്ഥാനത്ത് ആ സമയത്ത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന രീതിയിൽ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ചന്ദ്രകാന്ത്. അതിനുശേഷം ചന്ദ്രനാഥ് സുവേന്ദു അധികാരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റാഫായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്ന് തന്നെ പറയാം. ആ ചന്ദ്രനാഥ് രാത്തിനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു സംഘം ആളുകൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ചന്ദ്രനാഥിനെ 4 ബൈക്കുകളിൽ അക്രമികൾ പിന്തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ അക്രമികൾ പിന്തുടരുന്ന കാറിൻ്റെ വേഗത കുറയ്ക്കാനായി മറ്റൊരു കാർ മുമ്പിലെത്തുകയും ഇതിൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഈ അക്രമികൾ വെടിയുതിർക്കുന്നത്. ചന്ദ്രനാഥിന്റെ നെഞ്ചിലും തലയിലും വെടി കൊണ്ടതിനെ തുടർന്ന് തൽക്ഷണം മരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇയാളുടെ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ചന്ദ്രനാഥ് സഞ്ചരിച്ചിരുന്ന കാറിന്റെ വേഗത കുറയ്ക്കാനായി ഉപയോഗിച്ച കാറാണത്. അതിനുശേഷം 2 ബൈക്കുകളിലായിട്ടാണ് അക്രമികൾ എത്തിയതെന്നും വെടിയുതിർത്തത് എന്നും പറയപ്പെടുന്നു. ഈ കൊലപാതകത്തിൽ ഒരു വിദേശ ബന്ധം കൂടി സംശയിക്കുന്നുണ്ട്. കാരണം ഒരു ഓസ്ട്രിയൻ നിർമ്മിതമായ തോക്കാണ്, പിസ്റ്റളാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമാണ്. ഈ CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്, കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യത്തിലേക്ക് സർക്കാർ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കടന്നേക്കാം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടേ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ. ആ പ്രഖ്യാപനത്തിന് ശേഷം മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി തിളക്കമാർന്ന വിജയമാണ് BJP പശ്ചിമ ബംഗാളിൽ നേടിയത്. 200-ലേറെ സീറ്റുകൾ BJP നേടി. 80ഓളം സീറ്റുകൾ മാത്രമേ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് നേടാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം പ്രത്യേകിച്ചും ഈ ഭവാനിപ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അത് വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന് ക്ഷീണമായി മാറുകയായിരുന്നു. സുവേന്ദു അധികാരി സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിന് ഒപ്പം മത്സരിച്ച ഒരു മണ്ഡലമാണ് ഭവാനിപ്പൂർ. ഭവാനിപ്പൂരിൽ അദ്ദേഹം മത്സരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മമതയെ വെറുതെ വിടില്ല എന്ന ഒരു സന്ദേശം നൽകുകയായിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെ സുവേന്ദു അധികാരി മമതയെ കീഴടക്കി, അതായത് മമതയെ തോൽപ്പിച്ചു. 15,000-ലധികം വോട്ടുകൾക്കാണ് മമതയെ ഭവാനിപ്പൂരിൽ സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയത്. സുവേന്ദു അധികാരിയുടെ ഭവാനിപ്പൂരിലെ ക്യാമ്പയിൻ മൊത്തം നയിച്ചത് ഈ പറയുന്ന ചന്ദ്രനാഥാണ്. അതായത് സുവേന്ദു അധികാരിയും സംഘവും നന്ദിഗ്രാമിൽ ഏറിയ സമയവും ചെലവഴിച്ചപ്പോൾ ഭവാനിപ്പൂരിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ചന്ദ്രനാഥാണ്. അങ്ങനെയാണ് ചന്ദ്രനാഥ് മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും ഒക്കെ കണ്ണിലെ കരടായി മാറിയത് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഭവാനിപ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നയിക്കുകയും ഭവാനിപ്പൂർ മണ്ഡലത്തിന്റെ ജനവിധി BJPക്ക് അനുകൂലമായി മാറ്റുകയും അതുപോലെ തന്നെ സുവേന്ദു അധികാരിക്ക് അനുകൂലമായി മാറ്റുകയും മമതാ ബാനർജിയുടെ പരാജയത്തിന് കാരണമായി തീരുകയും ചെയ്ത ഒരു വ്യക്തി ചന്ദ്രനാഥ് ആണ് എന്ന് TMC വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് ചന്ദ്രനാഥിനെ കൊലപ്പെടുത്തിയത് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകം അത് വലിയ രീതിയിൽ BJPയെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് വലിയ രീതിയിലുള്ള തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ്. സർക്കാർ രൂപീകരണം കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ BJPയിൽ സുവേന്ദു അധികാരി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച ചർച്ചകളായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. മെയ് 9-ന്, അതായത് ശനിയാഴ്ച സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സർക്കാർ രൂപീകരണത്തിന് ശേഷം ആദ്യം ഒരുപക്ഷെ സർക്കാർ തീരുമാനമെടുക്കുക ഈ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണം എന്ന ഒരു എന്ന ഒരു കാര്യമായിരിക്കും. കാരണം വിദേശ ബന്ധമടക്കം ഒരു വിദേശ നിർമ്മിത പിസ്റ്റളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ഗൂഢാലോചനകളുണ്ടോ, ആരാണ് ഈ കൊലപാതകം ചെയ്തത്, ആരാണ് ചെയ്യിച്ചത് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ് എന്ന് കുടുംബം വിലയിരുത്തുന്നു. കുടുംബം അങ്ങനെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അന്വേഷണം CBIക്ക് വിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അഭിഷേക് ബാനർജിക്ക് BJP ആരോപിക്കുന്നത് പോലെ ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായും കുരുക്കിലാകാൻ പോകുന്നത് അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയുമായിരിക്കും.